ചിക്കു പാണ്ടിയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അവനെ തൻ്റെ അച്ഛൻ കുടുംബത്തിലെ ബാക്കിയുള്ളവരിൽ നിന്നും അകറ്റിയാണ് വളർത്തുന്നത്. അവരുടെ അക്രമാസക്തമായ ക്രിമിനൽ വഴികളിൽ നിന്ന് അകറ്റി നിർത്താനും അവനെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കാനുമുള്ള ആഗ്രഹമാണ് ആ അച്ഛനെ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാക്കുന്നത്. ചിക്കു പാണ്ടിക്ക് 16 വയസ്സ് തികയുമ്പോൾ അവൻ്റെ പിതാവിനെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയായ സത്യൻ എന്നയാൾ കൊലപ്പെടുത്തുന്നു. ഇതിനു പകരം ചോദിക്കാൻ 3 സഹോദരന്മാരും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് കടസിലെ ബിരിയാണി എന്ന സിനിമ പറയുന്നത്. വസന്ത് സെൽവം, ദിനേശ് മണി, വിജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിശാന്ത് കാളിദിനി സഹരചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം 2021 നവംബർ 19 റിലീസായത്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. IMDb 7.4 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ഉഗ്രൻ മേക്കിംഗ് ആണ് സിനിമയുടേത്. തിരക്കഥയുടെ ബലം പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമയ്ക്കും സംവിധായകനും സാധിക്കുന്നു. വിഷ്വലുകൾ കൊണ്ടുള്ള ഒരു ഗംഭീര വിരുന്നാണ് സിനിമ. സിനിമയിൽ എടുത്തു പറയേണ്ടത് പ്രകടനങ്ങളാണ്. ചിക്കു പാണ്ടിയായി എത്തുന്ന വിജയറാം, പെരിയ പാണ്ടിയായി എത്തുന്ന വസന്ത് സെൽവം, ഇളയ പാണ്ടിയായി എത്തുന്ന ദിനേശ് മണി എന്നിവരെ കൂടാതെ ജോൺ കറിയായി എത്തുന്ന ഹക്കീം ഷാ എന്നിവരുടെ പെർഫോമൻസുകൾ സിനിമയുടെ നട്ടെല്ലാണ്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ സിനിമയുടെ ക്യാമറ ആൻഡ് BGM ഇവ രണ്ടുമാണ് പ്രേക്ഷകനെ സിനിമ അത്രമേൽ എൻഗേജിങ് ആക്കുന്നത്. വളരെയധികം വയലൻസ് കാണിക്കുന്ന ഒരു സിനിമയാണിത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സിനിമ കാണുക. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു കിഡിലൻ സിനിമയാണ് കടസിലെ ബിരിയാണി. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.